എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഇത് രണ്ടാമത്താണ്. 3.5 ഏക്കർ പറഞ്ഞ സ്ഥലമാണ്. ശരിക്കും ഇതാണ് കടൽ. എന്താ ഈ കടലുമായിട്ട് പിന്നെ നേരിട്ട് വരുന്നത് ഇതാ ഈ പ്രോജക്റ്റാണ്. 17 വില്ല ഇവിടെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെ വെല്ലുവിളിച്ചിട്ടാണ് ഇവർ പണിയെടുത്തുന്നത്? ഇത് ആരനുമതി കൊടുത്ത്? CRZ ഒരു കാലത്ത് ഇതിന് അനുമതി കൊടുക്കില്ല, ഒരു കോടതി അനുമതി കൊടുക്കില്ല. ഇവിടെ പണി തകൃതിയായിട്ട് നടക്കുന്ന അറിഞ്ഞത് എൻ്റെ ഒരു ഇതിൽ ഞാനിവിടെ വന്നു കണ്ടു. എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് മതിലുകൾ കെട്ടിയെന്നാണ് പറഞ്ഞത്. ഇത് മതിൽ കെട്ടിയാൽ മാത്രം പോരാ, ഇത് സ്റ്റോപ്പായിപ്പിക്കേണ്ട സാധനമാണ്. ഈ സാധനം നിലനിർത്താൻ പാടില്ല. ഒരു വർഷമായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. ഈ ബാക്കിൽ കാണുന്ന സ്ഥലം കാണുന്നില്ലേ, ഇത് മുഴുവനായിട്ട് ഇങ്ങനെ ഇവിടെ ഇതാണ്. ആൾക്കാർ ഇന്നത്തെ ഡേറ്റ് തന്നെ വീണ്ടും ഞാൻ പറയുന്നത് 23 ഓഗസ്റ്റിനാണ് ഇവിടെ ഈ പരിപാടിയെല്ലാം നടക്കുന്നത്. ഇതിപ്പോൾ പ്രൈവറ്റ് അതോറിറ്റിയിലായതുകൊണ്ടാണ് എനിക്ക് ഉള്ളിക്കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഉള്ളിക്കയറിട്ട് തന്നെ വീഡിയോ എടുക്കുകയും. എന്നാൽ ഇത് പ്രൈവറ്റായിട്ട് വരില്ല. CRZൻ്റെ അനധികൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊടുക്കുന്നത്. നോക്കിയാൽ വീഡിയോ ഉണ്ടോ? ഏറ്റവും നല്ല ഇതാണത്. ഇങ്ങനത്തെ ഒരു ഏരിയയിൽ ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ട് നടത്തണമെങ്കിൽ അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? CRZ ബി ഷെഡ്യൂളാണ്, നോൺ ഡെവലപ്മെൻറ്റ് സോണിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇതെല്ലാം വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ? ഇതാരാണ് ഇതിന് അനുമതി കൊടുത്തത്? എല്ലാവരും നാളെ നിയമത്തിന് മുന്നിൽ തെറ്റുകാരാണ്. കാരണം ഇത് കടലിന് കടലിനോട് നമുക്കൊരു കാലത്ത് ഒരു കാര്യം പറയാൻ കഴിയില്ല. ഈ കടലാണെന്നില്ലേ, ഇതും കഴിഞ്ഞിട്ടാണ് ഇവർ ഈ വലിയ അറബികൾക്ക് വേണ്ടിയിട്ട് വില്ല പ്രൊജക്റ്റ് നടത്തുന്നത്. നമ്മളെ വീടുള്ള സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളെ വീടുകൾക്ക് മര്യാദയ്ക്ക് പെർമിറ്റ് കൊടുക്കാത്ത ഇതിലാണ്, ഈ സമയത്താണ് ഇവിടെ ഇത്രയും വലിയ വില്ല. ഞാൻ ഞെട്ടി, ശരിക്കും ഞാൻ ഞെട്ടി കേട്ടോ. നിങ്ങൾ ഞെട്ടിയാ? നിങ്ങൾ ഞെട്ടണം. കാരണം വെച്ചാൽ കേരളത്തിൽ ഇങ്ങനെ വെള്ളരിക്ക പട്ടണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ആര് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കടൽക്ഷോഭമല്ല, സുനാമിയല്ല, സുനാമിനെ വേറെ എന്തെങ്കിലും ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഇത് കരുതി വെച്ചു. എൻ്റെ വാക്ക് നടക്കാതിരിക്കാൻ സമ്മതിക്കുക. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ജില്ലാ കലക്ടർ, മാട്ടൂർ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ ഏതെല്ലാം CRZൻ്റെ ആരെല്ലാം എന്നുള്ളത് എല്ലാവരും ഇതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തേ പറ്റൂ. ഈ പണി നിർത്തി വെക്കണം. അടുത്ത ഘട്ടം ഞാൻ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടിയുടെ കണ്ടിനെങ്കിൽ ഞാൻ നേരെ പോകും ഉറപ്പായി.